അപ്പൊ ഇന്ന് അശ്നേച്ചിയുടെ ബർത്ത്ഡേ ഗൈസ്. അതെ ഗൈസ്, ഇന്ന് അശ്നയുടെ ബർത്ത്ഡേ. അതുകൊണ്ട് നമ്മൾ ഒറ്റ മൈൻഡില് ജോർജി പോകുന്നു. ഫുൾ സഡൻ പ്ലാൻസ് ആയിരുന്നു. ജോർജി തന്നെ വിളിച്ചു പറഞ്ഞു, എടാ നാളെ റെഡി ആവാൻ കുറച്ച് നല്ല പോകണം. എവിടെ ജോർജിയ? ഇതൊക്കെ വിസയൊക്കെ എങ്ങനെ ആകുമല്ലോ അറിയത്തില്ല. ഇത്ര കാലം വന്നിട്ട് ട്രെയിനിൽ കയറാൻ അറിയത്തില്ല. എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ അറിയത്തില്ല. ഞങ്ങൾ എന്തൊരു ട്രെയിനിൽ പോണെന്ന്. ഞങ്ങൾ യൂറോപ്പിലാണ് ട്രെയിൻ ടു ജോർജിയ. അങ്ങനെ വന്നിട്ട് സീന്. ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്. എന്റെ സെക്കൻഡ് ടൈം. നമ്മൾ വന്ദേ ഭാരതിൽ നിന്ന് കൊച്ചി പോയിട്ട് കൊച്ചിയിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് പോകുന്നല്ല. ഓക്കെ, എല്ലാം പോണോക്കെ പോണ മാത്രം തന്നെ. അതെ അതെ, അഷ്ടകത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാം പ്ലാൻ ചെയ്താ ഏതായാലും പെട്ടെന്ന് മേടിച്ചിട്ട് പോകാം. അതെ, പോണ വഴി എന്ത് കിട്ടും അത് വാങ്ങിച്ചിട്ട്. ഈവനിങ് ആയതുകൊണ്ട് സ്നാക്സ് വന്നു. ഞാൻ വന്നപ്പോൾ ഓടി ഒന്ന് വിചാരിച്ചു എന്തെങ്കിലും സ്നാക്സ് മേടിച്ചിട്ട് വരണമെന്ന്. നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടി. സർപ്രൈസ് അല്ല, ഇവിടെ അല്ലെങ്കിൽ കിട്ടും. എനിക്കൊന്നും പറയാൻ പറ്റില്ല. അഭിനന്ദ വരെ വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല. നമ്മൾ തിരിഞ്ഞടിക്കണം. അപ്പുറത്തോട്ട് ആന്റിയുടെ ചോദിച്ചാലോ? അവിടെ എല്ലാ സീറ്റിൽ ആരും ഇല്ല. നമുക്ക് വരുന്ന അപ്പുറത്ത് കോട്ടയത്തും ആള്. ഫ്ലൈറ്റിനെക്കാളും നല്ല സീറ്റ്. റിയൽ റിവ്യൂ. ചൂടാണ് കൊള്ളാം. ഇതാണ് അവസ്ഥ. എവിടെ പോയാലും നമ്മൾ എഡിറ്റ് ചെയ്യണം. ഞാൻ മൂന്നാർ എത്തി. നമുക്ക് ചാർജർ ഇത് വെയിറ്റ് കൂടുതലാണ്. താഴ്ന്നു വീഴുന്നത്. അപ്പൊ അച്ചാച്ച കാലുകൊണ്ട് ഇത്ര സമയം നമ്മള് എറണാകുളം എത്തി. നമ്മൾ അശ്നേച്ചിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വന്നു. അങ്ങനെ നമ്മൾ സൊറോസ്കിയിൽ വന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അച്ഛൻ പറഞ്ഞ് അവിടെ നല്ല സംഭവങ്ങളൊക്കെ ആണ്, എല്ലാം പിറക്കെടുക്കരുതെന്ന് പറഞ്ഞു. ഇതാണ് ബെസ്റ്റ് സ്റ്റോൺ. ജൂണില് ഏത് കളറാണ് നമ്മൾ നോക്കിയെടുക്കണം. ഈ ഗ്രീനും കൊള്ളാം, ആ ഡാർക്ക് ഗ്രീനും കൊള്ളാം. കൊള്ളാല്ലേ? അശ്നേച്ചിയുടെ മന്തിൻ്റെത് ഈ പിങ്ക് അല്ല, ബേബി പിങ്ക് ആണ്. കൊള്ളാം. ഞാൻ വിചാരിച്ചില്ല ഇത്ര ഭംഗിയായിരിക്കും. അന്ന് അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തിനു നമ്മക്കെന്ന്. ഇപ്പോൾ അശ്നേച്ചിക്ക് സാധനം മേടിച്ച് നമ്മൾ സാധനം ലുലുന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതുവരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഷെഫ് പിള്ളയുടെ കടയിൽ. ഫസ്റ്റ് ടൈമാണ് ഞാൻ. ഭയങ്കര ആഗ്രഹം ഷെഫ് ചേട്ടന്റെ കടയിൽ നിന്ന് കഴിക്കണം. ഷെഫ് ചേട്ടൻ അതുകൊണ്ട് ഭയങ്കര ഇങ്ങോട്ട് വന്നു. ഫുഡ് അവിടെ റെഡിയായി വന്നപ്പോ തന്നെ നമ്മുടെ സാധനം എത്തിയെന്ന് പറഞ്ഞു, മാല. അപ്പൊ നമുക്ക് അത് പോയി എടുത്തിട്ട് വരാം. ഇപ്പൊ കാണിക്കണം. നമുക്ക് അശ്നേച്ചിക്ക് കൊടുക്കുമ്പോ കാണിക്കാം. സാധനം നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അശ്നേച്ചിക്ക് ഇഷ്ടപ്പെടണം. അശ്നേച്ചിക്ക് ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാൻ വയ്ക്കും. പക്ഷെ ഇതിലൊരു ഇതുണ്ട്. ഞാൻ ജൂണല്ലല്ലോ. ജൂണിലുള്ള ഒരു ചേച്ചിനെ ഞാൻ നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മള് കൊച്ചി എയർപോർട്ട് എത്തി. തലയിലിടാ 2 സാധനം. ശരി, ഓക്കെ, പോയിട്ട് വരട്ടോ. അപ്പൊ ഞങ്ങൾ എടുക്കാൻ വരുമ്പോ കാണാം. അത് തന്നെ, തിരിച്ച് വരുമ്പോ മറക്കണ്ട. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ 2 മാസത്തിൽ 5-6 ട്രിപ്പ്, ഇന്റർനാഷണൽ ട്രിപ്പ്? ആരാടാ നമ്മള്? നമ്മളുണ്ടല്ല ഇപ്പൊ രാത്രി 12 മണി കഴിഞ്ഞ്. നമ്മളിനി നാളെ വൈകിട്ടേനെ അവിടെ എത്തും. 3 മണിക്ക് ഫ്ലൈറ്റ്. എന്നിട്ട് നമ്മൾ വെളുപ്പാൻ രാവിലെ ദുബായിലെത്തും. എന്നിട്ട് നമ്മൾ ദുബായിൽ 6 മണിക്ക് ലേവിഷായിട്ട് കിടന്ന് ഉറങ്ങുന്നു എവിടെയെങ്കിലും. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോണ്ടേ. ടിക്കറ്റ് ഇങ്ങനെ കിട്ടിയുള്ളൂ നമുക്ക്. എന്താ ചെയ്യാൻ പറ്റും? ഇതെല്ലാം അശ്നേച്ചിക്ക് വേണ്ടിയിട്ടാണ്.
ജിത്തു ചാനേണ്ടി അതിങ്ങനെ വേണം. എയർപോർട്ടിൽ നിന്നാണ് ഞാൻ പോയത് ആദ്യമായിട്ട്. ഞാൻ ആദ്യമായിട്ട് വന്നത് ഈ എയർപോർട്ടിൽ നിന്നാണ്. മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. എനിക്കൊരു അറിയാമോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ വരുന്നത്. കൊള്ളാം കേട്ടോ എയർപോർട്ട്. ആദ്യമായിട്ടാണ് കണക്റ്റഡ് ഫ്ലൈറ്റിൽ പോകുന്നത്. ഞാനും അല്ലേ? നീയും. ഞാനും. 2 മണിക്കൂർക്ക് ശേഷം നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. എന്നിട്ട് നമ്മൾ 4 മണിക്കൂർ ഇരിക്കണം. ഇനി മണിക്കൂറുകളിലൊക്കെ ഒരു ഇതില്ല. നമ്മളങ്ങനെ ദുബായി എത്തി. എന്തൊക്കെയോ ഓർമ്മയിൽ വരുന്നു എനിക്ക്. ഇതെന്താ ശബ്ദം? അവിടെ നിന്ന് കയറി കണ്ണടച്ച് എത്തിയപ്പോ ദുബായ് എത്തി. പെട്ടെന്ന് എത്തി. ഇത്ര ഉറക്കം താമസിക്കണോന്ന് അറിയത്തില്ല. കണ്ണടച്ച് ഇവിടെ വന്നപ്പോ എത്തി. അഷ്ടയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാൻ നമ്മൾ കൊച്ചി ഫോറം മാളിൽ പോയി. ഇതായിരിക്കണം സൊറോസ്കി. ഇവിടെ എല്ലാ സാധനം കിട്ടണമെന്നില്ല. ഇവിടെ പൈസ കൂടുതലായിരിക്കും. പിന്നെ ഈ എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ചെക്ക് ഇൻ ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിന്റെ മാള് പോലെ ഇരിക്കുന്നു. ഇപ്പൊ കുഴപ്പമില്ല, നമ്മൾ ലുലു മള്ളി 5-6 മണിക്കൂർ എടുക്കും. ഒരു 5-6 മണിക്കൂർ ഇവിടെ നിൽക്കാം. പക്ഷെ ലുലു മാളിലാണ് ക്രൗഡ് കൂടുതൽ. അബിന്റെ അടുത്ത് വിശക്കണമെന്ന് മാത്രം തന്നെ പറഞ്ഞു. ഇന്ന് നോക്ക്, എനിക്കറിയാവുന്ന KFCയിലെ പേര് സിംഗർ ബർഗർ. ആ ബോക്സ് പറഞ്ഞു, വേറെ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ നമ്മുടെ ദുബായിൽ നിന്ന് ടിബ്ലിസി പോവാണ്. ടിബ്ലിസി കയറാനായിട്ട് ഒരു ഇഷ്യൂ ആയി. നമ്മളെ എമിഗ്രേഷനിൽ പിടിച്ച് എന്തിനു വേണ്ടി. അതേന്നെ എമിഗ്രേഷൻ കയറ്റുമോ എന്നും അറിയത്തില്ല. നമ്മൾ ആദ്യം പോയിട്ട് കുറച്ച് ഡോളേഴ്സ് കയ്യിലെടുക്കണം സേഫിന് വേണ്ടി. ജിത്തു നമ്മൾ അടിക്കാൻ വന്നിരിക്കുന്നു. എന്റെ രാജ്യത്തിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ 10 മണിക്ക് ക്ലാസ്. ഇവ അതിക്കിടയിൽ വിളിച്ചിട്ട് മച്ചു അത് അയക്കി ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് അയച്ചുകൊണ്ടിരിക്കണം ഒന്ന്. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് 3 മണിക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പാർട്ട്മെന്റിന്റെ കീ വാങ്ങിച്ചിട്ട് മെട്രോയിലും ബസ്സിന് വരാൻ വന്നാൽ മതിയായിരുന്നു എനിക്ക്. ഞാൻ പകുതി മെട്രോ എടുത്തിട്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് പകുതി ബസ് ഇടയ്ക്ക് ക്യാബ് എടുത്ത് ഇങ്ങ് നിന്ന് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് 2.5 മണിക്കൂർ ഇട്ടില്ലേ. സംഭവം എന്താ പറയാ മച്ചു, ഫസ്റ്റ് നിന്നെ വിളിച്ചല്ല, ആ സമയം ഞങ്ങൾ ഫ്ലൈറ്റ് കയറ്റിയില്ല. എന്റെ പേര് ഫ്ലൈറ്റ് കയറ്റില്ല. അതോടെ അവൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പറഞ്ഞേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. അവൻ ചോദിച്ച ഡോക്യുമെന്റ്സ് എല്ലാം നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് അയച്ചിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഫ്ലൈറ്റ് ഒരിടയ്ക്ക് വെച്ച് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി അങ്ങനെ കറങ്ങി അപ്പുറത്തൂടെ വന്നു നിങ്ങള്. ബാർ സോണാണ് മനസ്സിലായത്. 3 മണിക്ക് ഇറങ്ങിയത് വീട്ടിൽ ഷോപ്പിങ്ങിന് പോകണ്ടേ, എനിക്ക് ഇവിടെ ക്ലാസ് ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഉണ്ട്, പോകാൻ പറ്റത്തില്ല. 7 മണിക്ക് എക്സാം ഉണ്ട്. ഇത് വേറെ എനിക്ക് 7 മണിക്ക് എക്സാം ഉണ്ട് ശരിക്കും. എനിക്ക് 7 മണിക്ക് ശരിക്കും എക്സാം ഉണ്ട്. എന്ത് ഓൺലൈനല്ലേ ഇതിന് അശ്നേകാനുണ്ട് ഇനി അഷ്ട പ്രതീക്ഷിക്കുമോ മച്ചു? എനിക്ക് സത്യം പറഞ്ഞ ചിലപ്പോ പ്രതീക്ഷിക്കുമോ. അപ്പൊ പ്രതീക്ഷ തീക്കണ്ടിൽ നാട്ടിൽ നിർത്തി 2-3 ഫോട്ടോ എടുത്ത് അന്ന് സ്റ്റോറി ഇടാം കേട്ടാ. എന്താന്നറിയാമോ, ഞങ്ങൾ അബുദാബി പോയപ്പോഴത്തേന് അശ്നേച്ചാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ജൂണില് അങ്ങ് ജോർജിയയിൽ വരും. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു ഇല്ല അശ്ന വിസ കിട്ടാൻ ഭയങ്കര പാട്. പക്ഷെ അച്ചാച്ചൻ പറഞ്ഞുകൊണ്ട് അശ്നേച്ച വിശ്വസിക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. നോക്കാം. എപ്പോ ചോദിച്ചാലും എന്റെ ബർത്ത്ഡേ നിങ്ങൾ വരുന്നില്ലേ എപ്പോ കോൾ വിളിച്ചാലും അശ്നേച്ച സ്വപ്നം കാണുമായിരിക്കും നാളെ അവര് വന്ന് ഇറങ്ങും. മച്ചു ജോർജിയയിലെ സ്ഥലമൊക്കെ അറിയാമോ എനിക്ക്? എന്റെ ഞാൻ ഒരു കിട്ടിലെ സ്പോട്ട് പറഞ്ഞുതരാം. മർത്തുവലി ക്യാനിയോൺ. അശ്നിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് അശ്നിക്ക് നാളെ മറ്റേ ക്ലാസ് എക്സാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മള് കറങ്ങുന്ന അശ്നസ് കോളേജിൽ ഇരിക്കുന്നു. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റ്. വണ്ടി പോണ സാധനം ജിത്തു ഡ്രൈവർ. ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ജിത്തു. എന്തായാലും ആവശ്യം ജിത്തു എന്ന് വിളിച്ചാൽ ജിത്തു
എല്ലാത്തിനും ഞാൻ ഒരുമാതിരി പണിയെടുക്കാൻ വന്ന പോലെ പണിയുണ്ട് ഇവിടെ. വെയിലുണ്ടെന്നാണ് എനിക്ക് തണുക്കുന്നത്. വെയിലും തണുപ്പ് എന്തിനാ ഇത്? നമുക്ക് ഒരു മീഡിയം ക്ലൈമറ്റ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പമ്പ വെയിൽ മാത്രം ഇല്ലേ? വെയിൽ മാത്രം. ഇവിടെ വെയിൽ ഇപ്പൊ സമയം എത്ര അറിയാമ? 7 മണി, രാത്രി 7 മണി. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കൊള്ളാല്ലേ ജോർജ്, നല്ല രസമുണ്ട്. നീ ഇവിടെ എവിടെ ഉണ്ടോ? നീ ഇവിടെ ഉണ്ടോ? 8:45 എങ്ങനെ രാവിലെ രാത്രി ഇവിടെ സത്യം പറഞ്ഞാൽ പകലാണ്. സമ്മറിൽ പകൽ കൂടുതൽ, വിന്റർ ആകുമ്പോ പെട്ടെന്ന് ഇരുട്ടും. എത്ര മണിക്ക്? 8 മണിക്ക്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ വിന്റർ. ഇവിടെ സമ്മറിന് രാവിലെ ഭയങ്കര ചൂടായിരിക്കും. രാവിലെ നമുക്ക് അറിഞ്ഞൂടാ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, മൂടിയ ചൂട്. രാത്രി ആവുമ്പോ കൊടുങ്കാറ്റും കാലം തനിയാണ് നടക്കണല്ല, ആനിനെ കൊണ്ടുപോകണേ. ഞാൻ പറഞ്ഞേ, അപ്പൊ നിങ്ങളെ വിന്ററിൽ കൊണ്ടുവന്നാലോ? അപ്പൊ നിങ്ങളുടെ തീരെ ചീഞ്ചിയാവും. ഞാനവരുടെ വിന്ററിൽ നാട്ടിലെ ക്ലൈമറ്റ് അഡാപ്റ്റ് ആകുമ്പോഴോ. എല്ലാരും കയ്യിൽ പട്ടിയുണ്ട്, എന്റെ കയ്യിലുണ്ട് പട്ടി. കേട്ടില്ലടാ, ഞാൻ ജിത്തു ചാന്റെ ഫണ്ട് അടിച്ചിട്ട് അവള് ആനി കേട്ടിട്ട് വീഡിയോ പറഞ്ഞ ഫണ്ട് നമ്മുടെ തുറക്കാറില്ല, വീഡിയോ പറയാം. ഓക്കെടാ, വണ്ടി കയറി. ജോർജിൽ വന്ന് മന്തി കഴിക്കാൻ എത്ര മണിക്കൂറായെന്നറിയാമോ? നല്ല ഫുഡ് കഴിച്ചിട്ട്. നല്ല ഫുഡല്ല, കൊറേ സമയമായി കഴിച്ചിട്ട്. ഇവിടെ ഇപ്പൊ സമ്മറാണ്, അതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ. കഴിച്ചിട്ട് കൈ കഴുകാതൊക്കെ പറഞ്ഞേക്കുന്നു. വെള്ളം തറ തണുപ്പ്. പോക്കറ്റില് കൈ ഇടുന്നത് ചൂടെടുക്കാൻ വേണ്ടി, പക്ഷെ അതും തണുക്കണ്, വല്ലാത്ത തണുപ്പ്. എന്നിട്ട് അച്ഛൻ ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് കഴിക്കുമെന്ന് പറഞ്ഞിട്ടും ആദ്യം ഒരു ചിക്കൻ മന്തി പറഞ്ഞു, എന്നിട്ട് ഇനി ഒരു മന്തി പറഞ്ഞു, ഇന്നൊരു ഫിഷ് മന്തി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഞാൻ എല്ലാവരും കഴിക്കുമെന്നേ. ഇവ രണ്ടാമത്തെ മന്തിയപ്പോ എല്ലാം ഞാൻ പറഞ്ഞു, ഇവനാണ് നീ എല്ലാം പറഞ്ഞത്. അവൻ ബോഡി വാക്സിൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സുന്ദരനായി. നാളെയാണ് അശ്നയുടെ ബർത്ത്ഡേ, മറ്റന്നാ. നാളെ സർപ്രൈസ് കൊടുത്താലേ മറ്റന്നാ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നാളെ സർപ്രൈസ് കൊടുത്താലേ സർപ്രൈസ് ആവത്തുള്ളൂ. സർപ്രൈസ് ആവത്തുള്ളൂ. നാളെ എങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന 12 വരെയായി. അശ്ന ഇതുവരെ കാണാത്ത രീതിയിൽ നല്ല കിട്ടിയൊരു സർപ്രൈസ് ആയിരിക്കും. ഞാൻ ഉറങ്ങുന്നില്ല, അഭിനയിക്കുന്നതാണ്. അശ്ന ഇതുവരെ ലൈഫിൽ കാണാത്ത രീതിയിൽ ഒരു മാൾഡീവ്സിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കിട്ടിയൊരു സർപ്രൈസ്. നീ ചിരിച്ചിട്ടായി ഇടിച്ച് കറക്കി ഞാൻ. ഞങ്ങൾ ചിരിക്കത്തില്ല, എടുക്കും. റെഡി? അപ്പൊ അശ്ന ഇത് പ്രൊമോഷൻ പോലെയായി വീണ്ടും. ഇങ്ങനെ നിങ്ങളാണ് ഞാൻ മാത്രമേ ചിരിച്ചാണ്ടിരിക്കുക. അവൻ വായ പത്തിക്കൊണ്ടിരിക്കണേ, ഇങ്ങ് കുളിക്കണ. ഞാൻ കേട്ടോ, ആക്ഷൻ പറയുമ്പോ എല്ലാവരും ക്യാരക്ടർ ആവണം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഞങ്ങൾ നിങ്ങൾ പ്ലാനിങ് കൊണ്ട് അഷ്ടം കാണുന്ന വമ്പിച്ച് സർപ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉറങ്ങിയവര്. അപ്പൊ നാളെ പ്ലാൻ ചെയ്യാം. അപ്പൊ നാളെ കാണാൻ.